വെൽക്കം ടു ലീഡ്സ് അക്കാഡമി സ്മാർട്ട് പ്ലസ്. ഇന്ന് നമ്മൾ 10th ഫിസിക്സിൻ്റെ ഒരു പുതിയ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. 3rd ചാപ്റ്റർ വിച്ച് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെങ്കിൽ വൈദ്യുത കാന്തിക പ്രേരണം എന്ന് പറയുന്ന പുതിയ ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്താണ് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, അതുകൊണ്ട് എന്തൊക്കെ യൂസസ് ഉണ്ട്, ഏതൊക്കെ ഡിവൈസസിൽ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉപയോഗിക്കാം എന്നൊക്കെ പറയുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ഒരു എക്സ്പെരിമെൻ്റാണ്. എന്തിനൊക്കെ ഉപയോഗിച്ചിട്ടുള്ള എക്സ്പെരിമെൻ്റാണ്? സോളിനോയിഡിനെയും ബാർ മാഗ്നറ്റിനെയും ഉപയോഗിച്ചിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റാണ്. സോളിനോയിഡ് ആൻഡ് ബാർ മാഗ്നറ്റ്. അപ്പോൾ ഈ സോളിനോയിഡും ബാർ മാഗ്നറ്റും എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ സോളിനോയിഡിൽ നമ്മളൊരു സോളിനോയിഡിനെ കൺസിഡർ ചെയ്യുകയാണ്. സോളിനോയിഡ് നിങ്ങൾക്കറിയാം. എന്താ സോളിനോയിഡ്? ഒരു ഇൻസുലേറ്റഡ് കണ്ടക്ടിങ് വയറാണ്. ഇൻസുലേറ്റഡ് വയർ ദാറ്റ് ഇസ് വൂണ്ട് ഇൻ ദ ഷേപ്പ് ഓഫ് ആൻ ഹെലിക്സ്. ഹെലിക്സിൻ്റെ സർപ്പിൾ ആകൃതിയിൽ ചുറ്റിയെടുത്ത ഒരു ചാലകം, കവചിത ചാലകമാണ് നമ്മുടെ സോളിനോയിഡ്. അപ്പം അങ്ങനെ ഒരു സോളിനോയിഡ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ സോളിനോയിഡിൻ്റെ അടുത്തേക്ക് നമ്മളൊരു ബാർ മാഗ്നറ്റ് കൊണ്ടുപോയി വെക്കുകയാണ്. ബാർ മാഗ്നറ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? ബാർ മാഗ്നറ്റിന് എന്തൊക്കെ ഉണ്ടാവും? 2 പോൾസ് ഉണ്ടാവും. നോർത്ത് പോൾ ഉണ്ടാവും, സൗത്ത് പോൾ ഉണ്ടാവും. പിന്നെ അതിൻ്റെ ചുറ്റും എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, കാന്തിക മണ്ഡല രേഖകൾ അതിനുണ്ടാവും അല്ലേ? കാന്തിക മണ്ഡലം ഉണ്ട് അതിൻ്റെ ചുറ്റും. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഒരു ബാർ മാഗ്നറ്റിന് ചുറ്റും എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കുന്നത്. അപ്പോൾ ഈ ബാർ മാഗ്നറ്റിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും ഉണ്ട്. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ നമുക്കറിയാം, ഈ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ഇങ്ങനെ ഒരുപാട് എണ്ണം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ ഒന്നേ വരച്ചിട്ടുള്ളൂ. അപ്പം അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡുകൾ ഉള്ളൊരു ബാർ മാഗ്നറ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ സോളിനോയിഡിൻ്റെ ഉള്ളിലേക്ക് കയറ്റുകയാണ്. ഓക്കെ, അപ്പോൾ സോളിനോയിഡിൻ്റെ ഉള്ളിലേക്ക് നമ്മളൊരു ബാർ മാഗ്നറ്റിനെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവിടെ രണ്ട് മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ? സോളിനോയിഡ് അവിടെ നിൽക്കുകയാണ്, ബാർ മാഗ്നറ്റ് ഞാൻ ഉള്ളിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അങ്ങനെ ഉള്ളിലേക്ക് കൊണ്ടുപോയപ്പം ഈ സോളിനോയിഡിൻ്റെ താഴെ നമ്മളൊരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്യുകയെന്ന് വിചാരിച്ചോ. ഗാൽവനോമീറ്റർ എന്താണ് ഈ ഗാൽവനോമീറ്റർ? സോ ഈ സോളിനോയിഡിൻ്റെ ഇവിടെയായിട്ടൊരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തു. ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാൽവനോമീറ്റർ എന്താ ഗാൽവനോമീറ്റർ? എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്? ഗാൽവനോമീറ്റർ ഉപയോഗിക്കുന്നത് കറണ്ട് ഒരു സർക്യൂട്ടിലൂടെ ഒഴുകുന്നുണ്ടെങ്കിൽ അത് ഏത് ദിശയിലാണ് ഒഴുകുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഗാൽവനോമീറ്റർ. ടു ഡിറ്റക്റ്റ് കറണ്ടിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഗാൽവനോമീറ്റർ. കറണ്ട് ഉണ്ടോ, വൈദ്യുതി പ്രവഹിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഗാൽവനോമീറ്റർ. അപ്പോൾ നമ്മളിങ്ങനെ ഈ സോളിനോയിഡിൻ്റെ അറ്റത്തേക്ക് ഇതേപോലെ ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ബാർ മാഗ്നറ്റിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്തു? സോളിനോയിഡിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ സോളിനോയിഡിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് ഈ ഗാൽവനോമീറ്റർ എന്ത് ചെയ്തു? ഗാൽവനോമീറ്റർ ചെറുതായിട്ട്, അതിൻ്റെ ഉള്ളിലത്തെ സൂചി ചെറുതായിട്ടൊന്ന് വൈബ്രേറ്റ് ചെയ്തു. ഒന്നെങ്കിൽ ലെഫ്റ്റിലേക്കോ അല്ലെങ്കിൽ റൈറ്റിലേക്കോ ഒന്ന് ചലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ വലത്തേക്ക് അല്ലെങ്കിൽ ഇടത്തേക്ക് ഗാൽവനോമീറ്ററിൻ്റെ സൂചി വിഭ്രംശിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ബാർ മാഗ്നറ്റ് കൊണ്ടുപോയപ്പോൾ എനിക്ക് ഒരു സൈഡിലേക്ക് ഗാൽവനോമീറ്റർ പോകുന്നത് കണ്ടു, അതിൻ്റെ സൂചി പോകുന്നത് കണ്ടു. പിന്നെ ഞാൻ ബാർ മാഗ്നറ്റിൻ്റെ പുറത്തേക്ക് എടുത്തപ്പം വീണ്ടും അത് വേറൊരു എതിർദിശയിൽ വിഭ്രംശിക്കുന്നത് കണ്ടു. ഇത് ആദ്യം അങ്ങോട്ട് കയറ്റുമ്പോൾ വലത്തേക്കാണ് തിരിയുന്നതെങ്കിൽ ഇങ്ങോട്ട് ഇറക്കുമ്പോൾ ഇടത്തേക്കായിരുന്നു അത് വിഭ്രംശിക്കുന്നത് അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യുന്നത്, ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. വലത്തേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യുന്നു, ഇടത്തേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. ഇനി രണ്ടാമത് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ സോളിനോയിഡ്, ഇപ്പം നമ്മൾ ബാർ മാഗ്നറ്റിനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയത് അല്ലേ? അതവിടെ നിർത്തി, അതായത് ബാർ മാഗ്നറ്റിനെ അവിടെ നിർത്തി സോളിനോയിഡിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചു. അപ്പോഴും ഇതേപോലെ ഗാൽവനോമീറ്ററിൽ എന്ത് കണ്ടു? ഡിഫ്ലക്ഷൻ കണ്ടു, അല്ലെങ്കിൽ ഗാൽവനോമീറ്ററിൻ്റെ സൂചി വിഭ്രംശിക്കുന്നതായിട്ട് കണ്ടു. ഇനി ഇത് രണ്ടും അനക്കാതെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു വിഭ്രംശിക്കലോ അല്ലെങ്കിൽ ഒരു വൈബ്രേഷനോ ഡിഫ്ലക്ഷനോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. വെറുതെ ഗാൽവനോമീറ്റർ ഇരിക്കുകയുള്ളൂ.
അപ്പോൾ അങ്ങനെ ഇത് തമ്മിൽ പരസ്പരം മൂവ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ സോളിനോയിഡ് എങ്ങോട്ട് മൂവ് ചെയ്യണം, ബാർ മാഗ്നറ്റിന്റെ മുകളിലേക്ക് മൂവ് ചെയ്യണം, അല്ലെങ്കിൽ ബാർ മാഗ്നറ്റ് സോളിനോയിഡിന്റെ ഉള്ളിലേക്ക് മൂവ് ചെയ്യണം. അപ്പൊ രണ്ടും പരസ്പരം മൂവ് ചെയ്യുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ പറയുന്നത് റിലേറ്റീവ് മോഷൻ എന്ന് പറയും. എന്ത് പറയും? റിലേറ്റീവ് മോഷൻ അല്ലെങ്കിൽ ആപേക്ഷിക ചലനം എന്ന് പറയും. അങ്ങനെ ഈ സോളിനോയിഡ് അല്ലെങ്കിൽ ഈ ബാർ മാഗ്നറ്റ് പരസ്പരം ചലിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ ഗാൽവനോമീറ്ററിലെ സൂചിയിൽ ഡിഫ്ലക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നു. ഗാൽവനോമീറ്ററിന്റെ സൂചി ഡിഫ്ലക്ട് ചെയ്തു അല്ലെങ്കിൽ ഗാൽവനോമീറ്ററിന്റെ സൂചി വിഭ്രംശിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് കാണിക്കുന്നതാണ്? അതിലൂടെ ഒരു കറണ്ട് ഒഴുകുന്നത് കൊണ്ടാണ് അതെന്ത് ചെയ്യുന്നത്? ഈ ഡിഫ്ലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ വിഭ്രംശിക്കുന്നത്. അപ്പോൾ ഒരു കറണ്ട്, വൈദ്യുതി ഇതിലൂടെ പ്രവഹിച്ചു എന്ന് കാണിക്കുന്നതാണ് ഈ ഗാൽവനോമീറ്ററിന്റെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളിത് പരസ്പരം മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ ബാർ കാന്തവും സോളിനോയിഡും തമ്മിൽ പരസ്പരം ഒരു മോഷൻ ഉണ്ടാകുമ്പോൾ, ആപേക്ഷിക ചലനം സംഭവിക്കുമ്പോൾ എന്തുണ്ടാകുന്നു? അവിടെ കറണ്ട് ഉണ്ടാകുന്നു എന്ന് കണ്ടുപിടിച്ചു. ഗാൽവനോമീറ്റർ ഉപയോഗിച്ച് ഗാൽവനോമീറ്ററിൽ വരുന്ന ഡിഫ്ലക്ഷൻ നോക്കി അവിടെ കറണ്ട് ഉണ്ടാകുന്നു എന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ whenever there is a relative motion between solenoid and bar magnet, the galvanometer deflects, a current is induced in the solenoid. അങ്ങനെ ഒരു കറണ്ട് ഈ സോളിനോയിഡിൽ ഉണ്ടാകുകയാണ്. നമുക്ക് വെറുതെ ആ കാന്തത്തിനെ നമ്മളിങ്ങനെ സോളിനോയിഡിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചപ്പോഴേക്കും ഒരു കറണ്ട് ഉണ്ടായി. ഓക്കെ, അപ്പൊ അങ്ങനെ കറണ്ട് ഉണ്ടായപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അങ്ങനെയും കറണ്ട് ഉണ്ടാക്കാമോ എന്നൊരു ഇത് വന്നു അല്ലേ. അപ്പൊ എങ്ങനെയായിരിക്കും അതിൽ കറണ്ട് ഉണ്ടാകുക എന്ന് അത്രയും കാലം അറിഞ്ഞിരുന്നില്ല. അപ്പൊ എങ്ങനെയാണ് അതിൽ കറണ്ട് ഉണ്ടായത് എന്നതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അവർ ആ കറണ്ടിനെ ഉപയോഗിച്ച് അങ്ങനെ കറണ്ട് ഉണ്ടായി, സോളിനോയിഡിൽ കറണ്ട് ഉണ്ടായി അല്ലേ. അങ്ങനെ ആ ഉണ്ടാകുന്ന കറണ്ടിനെയാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറയാം. എന്താ പറയാ? ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറയും. ഇൻഡ്യൂസ്ഡ് കറണ്ട് അല്ലെങ്കിൽ പ്രേരിത കറണ്ട് എന്ന് പറയും. പ്രേരിത വൈദ്യുതി. ഓക്കെ, അപ്പൊ പ്രേരിത വൈദ്യുതി അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവുകയാണ് എന്തില്? സോളിനോയിഡിൽ. അപ്പൊ ഈ സോളിനോയിഡിൽ ഉണ്ടാവുന്ന ഇങ്ങനത്തെ കറണ്ട് ഉണ്ടാവും എന്ന് കണ്ടുപിടിച്ചു. അപ്പൊ അതൊരു പുതിയ അറിവായിരുന്നു. വെറുതെ ഇങ്ങനെ കാന്തം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സോളിനോയിഡിന്റെ ഉള്ളിലേക്കും പുറത്തേക്കും ചലിപ്പിച്ചു കഴിഞ്ഞാൽ കറണ്ട് ഉണ്ടാവും എന്ന് മനസ്സിലായി. കാരണം ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്തു. അപ്പൊ ഗാൽവനോമീറ്ററിന്റെ ഡിഫ്ലക്ഷനിൽ നിന്ന് മനസ്സിലായി എന്ത്? കറണ്ട് ഉണ്ടാകുമെന്ന്. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന കറണ്ടിനെ നമുക്ക് മാറ്റാമോ അല്ലെങ്കിൽ അതിനെ കൂട്ടാമോ കുറയ്ക്കാമോ എന്നൊക്കെ നെക്സ്റ്റ് പരീക്ഷണം നടത്തി. അപ്പൊ നോക്കുമ്പോൾ ഈ കറണ്ടിനെ നമുക്ക് മാറ്റാൻ കഴിയും. അപ്പൊ എന്തൊക്കെയാണ് ഈ കറണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഈ കറണ്ടിനെ നമുക്ക് ഏതൊക്കെ സാധനങ്ങൾ മാറ്റിയാൽ കറണ്ടിന് മാറ്റം വരും, ഇൻഡ്യൂസ്ഡ് കറണ്ടിന് മാറ്റം വരും എന്നായി നെക്സ്റ്റ് നോക്കല്. അപ്പൊ നെക്സ്റ്റ് അതാണ് കറണ്ട് ഇൻഡ്യൂസ്ഡ് ഇൻ ദ സോളിനോയിഡ് ഡിപ്പെൻസ് ഓൺ. അപ്പൊ കറണ്ട്, ഒരു സോളിനോയിഡിൽ ഉണ്ടാകുന്ന കറണ്ട് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട്, പ്രേരിത വൈദ്യുതി എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കും എന്നാണ് നെക്സ്റ്റ് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ഓഫ് സോളിനോയിഡ് ആണ്. സോളിനോയിഡിൽ എത്ര ചുറ്റുണ്ടോ, ചുറ്റുകളുടെ എണ്ണം അനുസരിച്ച് കറണ്ടിന് മാറ്റം വരാം. ചുറ്റുകളുടെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ കറണ്ട് എന്ത് ചെയ്യും? കൂടും. അടുത്തത് സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റ് ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന മാഗ്നറ്റിന്റെ സ്ട്രെങ്ത്, നമ്മൾ ഉപയോഗിക്കുന്ന കാന്തത്തിന്റെ ശക്തി. ആ കാന്തത്തിന്റെ ശക്തി കൂടുതലാണെങ്കിൽ, അപ്പൊ ആ കാന്തത്തിന് നല്ല ശക്തിയുള്ള കാന്തമാണെങ്കിൽ എന്തായിരിക്കും? കറണ്ട് കൂടുതലായിട്ട് സോളിനോയിഡിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടും. പ്രേരിത വൈദ്യുതി വളരെ കൂടുതലായിരിക്കും. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് മോഷൻ ആണ്. ചലിക്കുന്ന വേഗത. അതായത് ഇത് പരസ്പരം ചലിക്കുകയാണല്ലോ. ഒന്നെങ്കിൽ കാന്തം സോളിനോയിഡിന്റെ ഉള്ളിലേക്ക് ചലിക്കണം, അല്ലെങ്കിൽ സോളിനോയിഡ് കാന്തത്തിന്റെ മുകളിലേക്ക് ചലിക്കണം. രണ്ടും ആപേക്ഷിക ചലനമാണ് അല്ലെങ്കിൽ റിലേറ്റീവ് മോഷൻ ആണ്. അങ്ങനെ രണ്ടും ചലിക്കുമ്പോൾ നല്ല സ്പീഡിലാണ് ചലിക്കുന്നതെങ്കിൽ, നല്ല സ്പീഡിലാണ് നിങ്ങൾ ബാർ മാഗ്നറ്റ് ഈ സോളിനോയിഡിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നതെങ്കിൽ അവിടെ കറണ്ട് ഉണ്ടാവുന്നത് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ സ്പീഡ് കൂടുന്നതിനനുസരിച്ചും എന്ത് കൂടും? കറണ്ട് കൂടും. അപ്പോൾ കറണ്ട് 3 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഒന്ന് സോളിനോയിഡിന്റെ നമ്പർ ഓഫ് ടേൺസിനെ, ചുറ്റുകളുടെ എണ്ണത്തിനെ. രണ്ടാമത് നമ്മൾ ഉപയോഗിക്കുന്ന കാന്തത്തിന്റെ ശക്തിയെ, സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റ്. മൂന്നാമത്തത് ആ മോഷന്റെ സ്പീഡിനെ, വേഗതയെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഈ 3 കാര്യങ്ങളും കൂടിക്കഴിഞ്ഞാൽ കറണ്ട് എന്ത് ചെയ്യും? കൂടുമെന്ന് കണ്ടെത്തി. അപ്പൊ അപ്പോഴും നമുക്ക് മനസ്സിലാവുന്നില്ല, കറണ്ട് ഉണ്ടാവും, കറണ്ട് കൂട്ടാനുള്ള മാർഗങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. എന്തുകൊണ്ടാണ് ഈ കറണ്ട് ഇങ്ങനെ ഇതിൽ ഉണ്ടാകുന്നത് എന്ന് അപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ ആ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയത് ഈ ഫിനോമിനൻ കണ്ടുപിടിച്ചപ്പോഴാണ്. എന്താണ് ആ ഫിനോമിനൻ അല്ലെങ്കിൽ ഈ പ്രതിഭാസം കണ്ടുപിടിച്ചപ്പോഴാണ്.
അതിൻ്റെ പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. നിങ്ങളുടെ ചാപ്റ്ററിൻ്റെ പേര് ഇതാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്താണ് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, whenever there is a change in the magnetic flux around a coil, an EMF is induced in the coil. അതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതായത് നമ്മൾ ഒരു വസ്തുവിൻ്റെ ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിൽ എന്തെങ്കിലും മാറ്റം വരികയാണെന്ന് വിചാരിക്കുക. അപ്പോൾ സപ്പോസ് നമ്മളെ ബാർ കാന്തം തന്നെ നമുക്ക് എടുക്കാം. അതാണ് നമുക്ക് ഏറ്റവും അറിയുന്ന ഒരു സാധനം അല്ലേ, നമ്മളെ ബാർ കാന്തം. ഈ ബാർ കാന്തത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോർത്ത് പോളും ഉണ്ട്, എന്തുകൊണ്ട് സൗത്ത് പോളും ഉണ്ട്. ഈ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് പോകുന്ന എന്തുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്, കാന്തിക മണ്ഡല രേഖകളുണ്ട് അല്ലേ. കാന്തിക മണ്ഡല രേഖകൾ ഇതിൻ്റെ ചുറ്റുമുണ്ട്. അതിൻ്റെ കാന്തിക മണ്ഡലം എവിടം വരെ ഉണ്ടോ അവിടം വരെയൊക്കെ നമുക്ക് ഈ രേഖകൾ വരയ്ക്കാൻ പറ്റും. നോർത്തിൽ നിന്നാണത് പോകുന്നത് സൗത്തിലേക്ക് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഉത്തര ധ്രുവത്തിൽ നിന്ന് ദക്ഷിണ ധ്രുവത്തിലേക്ക് പോകുന്നതാണ് എന്ത്, കാന്തിക മണ്ഡല രേഖകൾ. കാന്തിക മണ്ഡല രേഖകൾ ഉത്തര ധ്രുവത്തിൽ നിന്ന് ദക്ഷിണ ധ്രുവത്തിലേക്ക് പോവുകയാണ്, ഇവിടേക്ക് കയറുകയാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ഈ കാന്തിക മണ്ഡല രേഖകളെ നമ്മൾ എന്തെങ്കിലും ഒരു വസ്തുവിലൂടെ കടത്തി വിടുകയാണെന്ന് വിചാരിക്കുക. ഇപ്പം ഞാനിവിടെ ഒരു സ്ക്രീൻ വെച്ചു. അപ്പം ഈ സ്ക്രീനിൽ കൂടെ കടന്നു പോകുന്നത് 2 രേഖകളാണ് അല്ലേ. അപ്പോൾ ആ രേഖകളുടെ എണ്ണത്തിനെ നമ്മൾ പറയുന്നതാണ് മാഗ്നറ്റിക് ഫ്ലക്സ്. അപ്പോൾ ഒരു സ്ക്രീൻ വെച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വെച്ച് അല്ലെങ്കിൽ ഒരു വസ്തുവാണ് അവിടെ നിൽക്കുന്നതെന്ന് വിചാരിക്കുക. ഇപ്പം നിങ്ങളാണെന്ന് വിചാരിക്കുക, നിങ്ങളുടെ ഇപ്പുറത്ത് ഒരു വലിയ കാന്തമുണ്ട്. അപ്പോൾ ആ കാന്തത്തിൽ നിന്ന് എന്ത് വരുന്നുണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, കാന്തിക മണ്ഡല രേഖകൾ നമ്മളുടെ ബോഡിയിലൂടെ കടന്നു പോകുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ബോഡിയിലൂടെ എത്ര എണ്ണം കടന്നുപോയി, നമ്മൾ അതിൻ്റെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ആ എണ്ണത്തിന് പറയുന്നതാണ് എന്ത്, മാഗ്നറ്റിക് ഫ്ലക്സ്. എന്താ പറയുക, മാഗ്നറ്റിക് ഫ്ലക്സ്, കാന്തിക ഫ്ലക്സ് എന്ന് പറയും. അപ്പോൾ എന്താ കാന്തിക ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ, ഒരു വസ്തുവിലൂടെ അല്ലെങ്കിൽ ഒരു പ്രതലത്തിലൂടെ കടന്നു പോകുന്ന നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകളുടെ എണ്ണമാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. കാന്തിക മണ്ഡല രേഖകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന്, കാന്തിക ഫ്ലക്സ് എന്ന് പറയാം. മണ്ഡല രേഖകളുടെ എണ്ണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടും, മാഗ്നറ്റിക് ഫ്ലക്സ് കൂടും. ഓക്കെ, അപ്പം മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്ന സാധനം എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്, ഈ ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്. നല്ല സ്ട്രോങ് ഫീൽഡൊക്കെ ആണെങ്കിൽ, നല്ല സ്ട്രോങ് കാന്തിക മണ്ഡലമൊക്കെ ആണെങ്കിൽ അതിലൂടെ ഒരുപാട് ലൈൻസ് പോകുന്നുണ്ടാവും. അതായത് ഒരുപാട് കാന്തിക മണ്ഡല രേഖകൾ ഉണ്ടാവും. അപ്പം അങ്ങനെ ആകുമ്പോൾ രേഖകളുടെ എണ്ണം കൂടും, മാഗ്നറ്റിക് ഫ്ലക്സ് കൂടും. ഇനി വളരെ ചെറിയ വീക്കായിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിലോ ചിലപ്പോൾ ഒരു ലൈനൊക്കെ പോകുന്നുണ്ടാവുള്ളൂ. അപ്പം മാഗ്നറ്റിക് ഫ്ലക്സ് കുറയും. അപ്പം നമ്മുടെ ഫീൽഡിനനുസരിച്ച്, കാന്തിക മണ്ഡലത്തിനനുസരിച്ച് മാറുന്ന ഒരു സാധനമാണ് എന്ത്, കാന്തിക ഫ്ലക്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ്. അപ്പം അങ്ങനെ ഈ മാഗ്നറ്റിക് ഫീൽഡിൽ മാറ്റം വരുമ്പം, ഒരു സാധനം മൂവ് ചെയ്യിപ്പിക്കുമ്പം അല്ലെങ്കിൽ ഒരു സാധനവുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫീൽഡിൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിൽ മാറ്റം വരുമ്പോൾ എന്ത് സംഭവിക്കും, ആ വസ്തുവിലേക്ക് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും. എന്താണ് ഈ EMF? EMF എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാറ്ററീൻ്റെ ഒക്കെ വോൾട്ടേജ് ഇല്ലേ, വോൾട്ടേജ് പോലെ ഒരു സാധനമാണ് EMF. EMF ഒരു തരത്തിലുള്ള ഒരു വോൾട്ടേജ് ആണ് സങ്കല്പിച്ചാൽ മതി. ഓക്കെ, അപ്പം നമ്മൾ ഈ ബാർകാന്തത്തിന് ഈ സോളിനോയിഡിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകുമ്പം ഈ സോളിനോയിഡിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ സോളിനോയിഡിലെ ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിൽ എന്ത് വരികയാണ്, മാറ്റം വരികയാണ്. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് മാറുമ്പം എന്ത് മാറും, നമ്മളിപ്പോൾ പറഞ്ഞ മാഗ്നറ്റിക് ഫ്ലക്സ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകളുടെ എണ്ണമായ മാഗ്നറ്റിക് ഫ്ലക്സ് മാറും. അങ്ങനെ മാഗ്നറ്റിക് ഫ്ലക്സ് മാറുമ്പോൾ ഈ സോളിനോയിഡിലേക്ക് എന്ത് ചെയ്യപ്പെടും, ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും. EMF എന്ന് പറഞ്ഞാൽ ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അങ്ങനെ ഒരു വോൾട്ടേജ് ഉണ്ടായാൽ, ഇപ്പം നിങ്ങളെ ഒരു സർക്യൂട്ടിൽ നിങ്ങൾ ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു വോൾട്ടേജ് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ വോൾട്ടേജ് ഉണ്ടാവുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ആ സർക്യൂട്ടിലൂടെ എന്തൊഴുകും, കറണ്ട് ഒഴുകും അല്ലേ. അപ്പോൾ നമ്മൾ ഇതേപോലെ മാഗ്നറ്റിക് ഫീൽഡിൽ വരുന്ന മാറ്റം കൊണ്ട് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിൽ വരുന്ന മാറ്റം കൊണ്ട് ഒരു വസ്തുവിലേക്ക് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെ ഉണ്ടാകുന്ന EMF കാരണം ആ വസ്തുവിൽ എന്തുണ്ടാവും, ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവും, അതിൽ വൈദ്യുതി ഉണ്ടാവും, പ്രേരിത വൈദ്യുതി അതിലൂടെ ഒഴുകാൻ തുടങ്ങും.
അങ്ങനെ മാഗ്നറ്റിക് ഫ്ലക്സിനെ മാറ്റിക്കൊണ്ട് കറണ്ടിനെ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുത കാന്തിക പ്രേരണം എന്ന് പറയും. അപ്പോൾ കാന്തിക മണ്ഡലത്തെ മാറ്റിക്കൊണ്ട് നമുക്ക് എന്തുണ്ടാക്കാം? വൈദ്യുതി ഉണ്ടാക്കാം. ആ വൈദ്യുതിയെ നമ്മൾ പ്രേരിത വൈദ്യുതി അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറയും. അപ്പം അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്തുമാത്രം ചെയ്താൽ മതി? മാഗ്നറ്റിക് ഫ്ലക്സിന് മാറ്റം വരുത്തി കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ സോളിനോയിഡും ബാർകാന്തവും ഉപയോഗിച്ചപ്പം സോളിനോയിഡിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിന് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? മാറ്റിക്കൊണ്ടിരുന്നു. ഇത് തമ്മിൽ പരസ്പരം മൂവ് ചെയ്യുമ്പം അതിൻ്റെ ചുറ്റുമുള്ള ഈ മാഗ്നറ്റിക് ഫീൽഡിൽ എന്ത് വന്നുകൊണ്ടിരിക്കും? മാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് എന്ത് ചെയ്യപ്പെടുകയാണ്? ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെ ഉണ്ടാകുന്ന EMF കാരണമാണ് ആ സോളിനോയിഡിൽ എന്തുണ്ടാവുന്നത്? കറണ്ട് ഉണ്ടാവുന്നത്. അപ്പം അത്രയും കാര്യങ്ങൾ ഇപ്പം നമ്മൾ ആ ബേസിക് ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്ന് വരെ പറഞ്ഞു. അത് എങ്ങനെയാണ് കറണ്ട് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും കാര്യങ്ങളൊന്ന് നന്നായിട്ട് വായിച്ചു നോക്കുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ ബാക്കി ഞാൻ അടുത്ത പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.